ഭോപ്പാലിൽ തന്നെ തടഞ്ഞത് മധ്യപ്രദേശ് സർക്കാരിന്റെ അറിവോടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മധ്യപ്രദേശ് പോലീസിന്റേത് ന്യായീകരിക്കാൻ പറ്റാത്ത നടപടിയാണ്. സംഘർഷം നിലനിന്ന സമയത്ത് പോലും കേരളത്തിൽ BJP നേതാക്കൾ വന്നിട്ടുണ്ട്. വിലക്ക് ഏർപ്പെടുത്തിയ ശേഷം മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലയാളി സംഘടനകൾ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ തന്നെ മധ്യപ്രദേശ് പോലീസ് തടഞ്ഞെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ശരിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. RSS പ്രതിഷേധത്തിന്റെ പേരിൽ തന്നെ തടഞ്ഞത് ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. RSS ആയതുകൊണ്ടാണ് മധ്യപ്രദേശ് പോലീസ് നടപടിയെടുക്കാതിരുന്നതെന്നും സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിലൂടെ പ്രകടമായതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണല്ലോ. അത് RSSന്റെ ഒരു നിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത്. RSS പ്രതിഷേധത്തെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി സംഘർഷാവസ്ഥയുള്ളപ്പോൾ പോലും BJP നേതാക്കൾ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. ഏറ്റവും വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്തായിരുന്നു തലശ്ശേരിയിൽ രാജ്നാഥ് സിംഗ് വന്നത്. നിങ്ങൾ ചില ഗ്രാമങ്ങളെ പാർട്ടി ഗ്രാമെന്ന് മുദ്രകുത്താറുണ്ടല്ലോ, ആ പാർട്ടി ഗ്രാമത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഒരു പ്രശ്നമുണ്ടായില്ല. കേരള മുഖ്യമന്ത്രിയെ തടഞ്ഞ സംഭവത്തിൽ മധ്യപ്രദേശ് DIGയും ഭോപ്പാൽ കളക്ടറും മാപ്പ് പറഞ്ഞല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വിലക്കേർപ്പെടുത്തിയ ശേഷം മാപ്പ് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയന് ഭോപ്പാലിലുണ്ടായ അനുഭവം അങ്ങേയറ്റം നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അനുഭവമാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കേരള മുഖ്യമന്ത്രിക്കുണ്ടായത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾ പുലർത്തേണ്ട സാമാന്യ മര്യാദയുടെ നഗ്നമായ ലംഘനമാണ് ഭോപ്പാലിൽ ഉണ്ടായതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ BJP ഓഫീസുകൾക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്തവരാണ് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്കുണ്ടായതായി പറയപ്പെടുന്ന ഭീഷണിയെപ്പറ്റി പ്രസംഗിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. പ്രതിഷേധിക്കാൻ ഏവർക്കും അവകാശമുണ്ടെന്നും കുമ്മനം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് തിരിച്ചു പോരേണ്ടി വന്നത് മധ്യപ്രദേശ് സർക്കാരിന്റെ അറിവോടെയോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ, BJP നേതാവ് VB രാജേഷ്, CPM നേതാവ് AA റഹീം, ആം ആദ്മി പാർട്ടി നേതാവും രാഷ്ട്രീയ നിരീക്ഷകനുമായ CR നീലകണ്ഠൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.